നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തിരുമേനി ഒരർച്ചന. പേര് നക്ഷത്രം പറയാമോ? ആകാശ് ബാലൻ, അനിഴ നക്ഷത്രം. ആ ശരി. അതെന്താ എന്റെ പേരിൽ മാത്രം? നിന്റെ പേരിൽ നടത്തണം. തിരുമേനി ചാരുലത, രേവതി നക്ഷത്രം. അപ്പൊ 2 അർച്ചന അല്ലേ? അതെ. എന്തിനാ കാപ്പത്തി എന്നെ നോക്കി നിൽക്കുന്നത്? അവിടെയാണ് മൂർത്തി. പ്രാർത്ഥിക്കും. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. ഓം ഐം സരസ്വതിയേ നമഃ. ഭഗവതി, ഞാൻ അക്കുച്ചേട്ടനെ വിട്ട് പോവാൻ തീരുമാനിച്ചപ്പോ അതിന് സമ്മതിക്കാതെ ഞങ്ങളെ ചേർത്ത് നിർത്തി അക്കുച്ചേട്ടനെ എനിക്ക് മാത്രമായിട്ട് തന്നു. ഈ ജന്മം മുഴുവൻ ഞാൻ ഭഗവതിയോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഭഗവതി തന്ന ഈ ജീവിതം എന്റെ ഏറ്റവും വലിയ ഭാഗ്യ. എന്റെയും അക്കുച്ചേട്ടന്റെയും ജീവിതത്തില് സമാധാനം ഉണ്ടാവണം. എന്നും കൂടെ ഉണ്ടാവണേ ദേവി. എന്താ കവത്തി ആലോചിക്കുന്നത്? ഒന്നുമില്ല കുച്ചേട്ടാ. നിന്റെ പൊട്ടിന്റെ കൂടെ ചന്ദനം കൂടി വന്നപ്പോ സാക്ഷാൽ പാർവതി ദേവിയെ പോലെയുണ്ട്. കളിയാക്കണ്ടോ? കളിയാക്കിയതല്ല, എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞതാ. പക്ഷേ ഒരു കുറവുണ്ട്. എന്താ കുച്ചേട്ടാ? അത് പിടിക്ക. ചേച്ചി, ഒരു മുഴം മുല്ലപ്പൂ. ദേവിക്ക് തലയിൽ ചൂടാൻ പൂവിന്റെ കുറവുണ്ടായിരുന്നു. തിരിഞ്ഞിട്ട് ഞാൻ ചൂടിത്തരാം. നാണിക്കാതെ കക്കൊതി, തിരിഞ്ഞു നിൽക്ക്. ഇപ്പം നിന്നെ കണ്ട ഈ ഭൂമിയിലെ എല്ലാ പെണ്ണുങ്ങളുടെയും സൗന്ദര്യം നിന്നിൽ വന്ന് ചേർന്നത് പോലെയുണ്ട്. അക്കുച്ചേട്ടാ, അമ്പലത്തിൽ വന്നാൽ ദേവനെയും ദേവിയും പ്രീതിപ്പെടുത്തണം, അല്ലാതെ എന്നെയല്ല. ദേവനെയും ദേവിയും മാത്രമല്ല, നിന്നെയും ആരാധിക്കാം. ഭംഗിയുണ്ടെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? വാ, പ്രദക്ഷിണം വെക്കാം.
മോനെ, കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ വന്നപ്പോൾ ഭാര്യയ്ക്ക് ചന്ദനം തൊട്ടു കൊടുക്കാൻ മടിയായിരുന്നല്ലേ? എന്നാൽ ഇപ്പൊ ചന്ദനം മാത്രമല്ല, തലയിൽ പൂവും ചൂടിക്കൊടുത്തു. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി മോനെ. മോന്റെ മനസ്സിലുണ്ടായിരുന്ന അകലം കുറഞ്ഞോ? എന്റെ മനസ്സിലെ മാത്രമല്ല, എന്റെ ജീവിതത്തിലും ഇവളോടുള്ള അകലം മാറി. ഇപ്പോ ഇഷ്ടം മാത്രമുള്ളതാ. സന്തോഷം മോനെ. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശിവപാർവതിമാരെ പോലെ ജീവിക്കണം. ശരിയമ്മേ, സന്തോഷം. ആ